പ്രസംഗിച്ച് വിവാദത്തിലാക്കുക എന്ന് പറയുന്ന വാക്കിന് തന്നെ, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു മന്ത്രിയാണ് മന്ത്രി സജി ചെറിയാൻ. താൻ തന്നെ സ്വയം കുഴി കുഴിച്ച് ആ കുഴിയിൽ വീണ്, ശരിക്കും പറഞ്ഞാൽ പ്രസംഗിച്ച് വിവാദത്തിലാകുന്നത് ഒരു പതിവാക്കി മാറ്റുകയാണ് സജി ചെറിയാൻ ഈ അടുത്തായി ചെയ്യുന്നത്. ഭരണഘടനയെ ആക്ഷേപിച്ചു എന്ന പേരിൽ മന്ത്രിസ്ഥാനം പോലും തെറിച്ച ഒരു സാഹചര്യം സജി ചെറിയാന് മുന്നിലുണ്ട്. ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായി കണ്ടത് ആ വിഷയമാണ്. ആക്ഷേപമല്ല, വിമർശനമാണെന്ന ന്യായത്തിൽ വീണ്ടും മന്ത്രിയായെങ്കിൽ പോലും പിന്നീടും പല തവണ സജി ചെറിയാൻ്റെ നാക്ക് മൂലം നിരവധി ആളുകൾ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും പിന്നാലെ മാപ്പ് പറഞ്ഞും വാക്ക് പിൻവലിച്ചും തടി തപ്പേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തേതും സമാനമായ സംഭവം ആലപ്പുഴയിൽ ബിഷപ്പുമാർക്കെതിരെ നടത്തിയ പരാമർശം. മോദിയുടെ ക്രിസ്തുമസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ പരാമർശം സജി ചെറിയാൻ ഭാഗികമായി പിൻവലിച്ച് രംഗത്ത് വന്നെങ്കിൽ പോലും സജി ചെറിയാനെതിരായിട്ടുള്ള അമർഷം അത് ക്രിസ്തീയ സമൂഹത്തിൽ അലയടിക്കുമെന്ന കാര്യം വ്യക്തമാണ്. അതിനുള്ളൊരു സൂചന അതാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഓർത്തഡോക്സ് സഭ തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. സജി ചെറിയാൻ്റെ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് സഭ. കേന്ദ്ര സർക്കാരായിരുന്നാലും സംസ്ഥാന സർക്കാരായിരുന്നാലും മലങ്കര സഭയ്ക്ക് നല്ലൊരു ബന്ധമുണ്ട്, അതങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ട്. ആ ബന്ധത്തിൽ വിള്ളൽ വരുത്താനോ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാനോ ശ്രമിക്കുന്ന നീക്കങ്ങളെയാണ് ശക്തമായി സഭ എതിർക്കുന്നത്. അവർ വിളിച്ചാൽ ആ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് സഭയുടെ നിലപാടാണ്. ഇനി വിളിച്ചാലും പങ്കെടുക്കും, ഇന്നും പങ്കെടുക്കും, നാളെയും വേണമെങ്കിൽ പങ്കെടുക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പം തന്നെയാണ്. ക്രിസ്ത്യാനികളെ മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അവരുടെ മാത്രം കുഴപ്പമായി നോക്കി കണ്ടാൽ മതി. കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലീത്ത യോഹാനോൻ മാർ ദിയസ് കൊറസിൻ്റേതാണ് ഈ പ്രതികരണം. സഭയുടെ തന്നെ നിലപാടായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത്. സജി ചെറിയാൻ എന്ന് പറഞ്ഞത് വെച്ച് ഒരിക്കലും ക്രിസ്തീയ സമൂഹത്തെയോ സഭയോ അവഹേളിക്കാനായി സാധിക്കില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കേന്ദ്ര സർക്കാരോ മാത്രമല്ല ക്രിസ്തീയ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നത്, സംസ്ഥാന സർക്കാരും സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നതിൻ്റെ ഒരു വാർത്തയും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാവുന്ന ഒരു വിഷയം വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിൽ പറയേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ബിഷപ്പുമാർക്കെതിരായിട്ടുള്ള സജി ചെറിയാൻ്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാംപ്ലാനിയും. ഇത് ക്രൈസ്തവ സമൂഹത്തെ തന്നെ വേദനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. സമീപകാലത്ത് ക്രൈസ്തവ സമൂഹം ഇത്രയധികം അപമാനിതരാകേണ്ട ഒരു സാഹചര്യം, ഒരു പ്രസ്താവന ഇതുവരെയും ഉണ്ടായില്ല എന്നാണ് പാംപ്ലാനി അച്ഛൻ പറയുന്നത്. സജി ചെറിയാൻ്റെ വാക്കുകൾ ക്രൈസ്തവ സമൂഹം വളരെ ദുഃഖത്തോടെയാണ് കേട്ടത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഇത്ര കണ്ട് അപമാനിച്ച പ്രസ്താവന സമീപകാലത്ത് വേറെ ആരും നടത്തിയിട്ടുമില്ല. ഏതാനും കാലങ്ങളായി കേരള സഭയെ BJP പക്ഷത്താക്കാനുള്ള ബോധപൂർവമായ ശ്രമം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. നവകേരള സദസ്സിൽ പങ്കെടുത്തത് മുഖ്യമന്ത്രി വിളിച്ചതുകൊണ്ടാണെന്നും അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ അല്ലല്ലോ ഞങ്ങൾ പങ്കെടുത്തതെന്നും, ഏതെങ്കിലും ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്നെങ്കിൽ അതും ഈ ഒരു വിശാല വീക്ഷണത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനെ മാത്രം കക്ഷി രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയായ രീതിയല്ല എന്നാണ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞിരിക്കുന്നത്.